റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ കുറച്ച് ചേരുവകളെ വേണ്ടൂ. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതെന്തായാലും നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. പറ്റാവുന്നത്രയും ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റവ ആയതുകൊണ്ട് ഒരുപാട് മിനുസപ്പൊടിയൊന്നായി കിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഒരല്പം വലിയ പാനിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാല് ആദ്യം തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. പാൽ ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ വേണം നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റവ മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കട്ടകളില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എങ്കിൽ കൂടി ആ ഒരു റവ നമ്മൾ പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് കട്ടകളില്ലാതെ ആയിരിക്കില്ല ഉണ്ടാകുക. ഒരല്പം കട്ടകൾ ഉണ്ടാകും. തുടരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മിക്സ് ചെയ്ത് വരുമ്പോൾ കട്ടകളൊക്കെ ഉടഞ്ഞ് വന്നോളും. ഇപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഒരു പാനിൽ നിന്നൊക്കെ റിലീസായിട്ട് വരുന്ന ആ ഒരു പാകത്തുനിന്ന് വരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് ഒരല്പം ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് ഒരല്പം മാറി വന്നതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടച്ചെടുക്കാനും അതുപോലെ തന്നെ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും സഹായിക്കും. അഥവാ കയ്യിൽ നന്നായിട്ട് പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്കുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയൊരു ഉരുള എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷേപ്പിലേക്കാണ് ആക്കിയെടുക്കുന്നത്. ഈ ഒരു ഷേപ്പ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതിന് കൊടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ ഒട്ടും ക്രാക്ക് ഇല്ലാതെ നമ്മൾക്കിത് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതാ ഈ ഒരു പാകത്തിന് ഞാനിതെല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കുട്ടികളോടൊക്കെ പറയുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടു കൂടിയിട്ട് അത് ചെയ്തെടുക്കുകയും ചെയ്യും. ഈ ഒരു പാകത്തിന് ഞാനിവിടെ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷവും ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല ഇത് കുക്ക് ചെയ്യേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുത്തോളൂ. ഇതൊക്കെ ഓൾറെഡി വെന്ത് വന്നതാണ്. ഒന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇട്ട് കൊടുത്തപാട് ഇളക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ തട്ടി കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അത് ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് വന്ന് നിൽക്കും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പുറമെ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് സോക്ക് ചെയ്തെടുക്കാനായിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പഞ്ചസാര പാനിയാക്കിയെടുക്കാം. ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ ഇപ്പം നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഒന്നും കൂടെ ഈ ഒരു പാനി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നൂൽപ്പരുവൊന്നല്ല, ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ തൊടുന്ന ആ ഒരു ഫീല് കിട്ടും. അതായത് ഒറ്റനൂൽ പരുവത്തിന് തൊട്ട് മുന്നേയുള്ള ഒരു പാകത്തിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്. യെല്ലോ ഓർഗാനിക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫുഡ് കളറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഇവിടെ ഓഫാക്കിയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടേത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം.
പഞ്ചസാര പാനി നല്ല ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് സോക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര പാനിയിൽ ഇതൊരു 1-2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് അബ്സോർബ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ദാ 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ തന്നെ അബ്സോർബ് ചെയ്ത് വന്നിട്ടുണ്ട്. ഉള്ളിലോളം ജ്യൂസ് നല്ല പോലെ തന്നെ കയറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.